ഞങ്ങളുടെ ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത് ഞാന്, ലിബിന്, അപ്പൻ, ഞങ്ങൾ ഇത്രയും പേര് ചേർന്നാണ് ഈ കാണുന്ന അച്ചാർ ഉണ്ടാക്കുന്നത്. അതിലേക്കുള്ള നമ്മൾ വിചാരിച്ച പോലെ അത്യാവശ്യം നല്ല രീതിയിൽ എണ്ണ വേണം. അതായത് ഞങ്ങൾ പ്ലാൻ ചെയ്തതിൽ കുറച്ച് സാധനങ്ങൾ ഞങ്ങൾക്ക് മേടിക്കേണ്ടു. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഞങ്ങൾ ഇതിന്റെ പുറകെയാണ്. ഇനിയിപ്പോ ഇത് കൂടാതെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങണം. ഞങ്ങൾ വാങ്ങണ്ട, രണ്ടുപേരും പ്രത്യേകം വാങ്ങിയാൽ മതി. കോടതിയും കേസും മാത്രല്ലല്ലോ ജീവിതം. അതായത് ഇത് മസാല കൂട്ടിയാൽ മാത്രമേ ഈ സാധനം ഇനി നമുക്ക് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഇന്നത്തെ കലാരംഗത്തിൽ ആദ്യം പാചക ലോകമാണ്. ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാണ്. അതിന് ആദ്യമായിട്ട് നമ്മള് മുളക് പൊടി, ലൈറ്റ് മസാല മതി കേട്ടോ, ലൈറ്റ് മസാല മതിയായിരിക്കും. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ. മാരിനേറ്റ് ചെയ്യണം. അതായത് നമ്മൾ കൈ കൊണ്ടല്ല, ഈ കാണുന്ന ഈ ഒരു എന്തുകൊണ്ടാണ് കൈകൾ മുന്നിലേക്കും പിന്നിലേക്കും കറക്കുക. അതുപോലെ തലയും കഴുത്ത് ലൂസാക്കി കറക്കുക. ഉപ്പ് പാകത്തിനായിരിക്കണം. ഇതിന്റെ ഉപ്പും അതുപോലെ തന്നെ ഇടുന്ന അച്ചാറിന്റെ ഉപ്പും നമുക്ക് ഇച്ചിരി കുറഞ്ഞു പോയാലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉപ്പിനെ കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല, പക്ഷെ അത് ഇടേണ്ടപ്പോൾ കറിയിലിടാൻ മറക്കരുത്. നോക്കൂ, അതായത് കൈ തിളക്കുമ്പോൾ വിഷയം എന്താ വെച്ചാൽ ചില ആൾക്കാർക്ക് നമ്മൾ കൈ കഴിഞ്ഞാൽ എത്രയാണ് ഇഷ്ടപ്പെടുന്നില്ല. സോറി ഗൈസ്. ചൂടായി കാര്യമുണ്ട്, എല്ലാരും ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് തന്നെ വെള്ളം ഒഴിക്കാതെ. ചിക്കൻ്റെ അകത്ത് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യം. തിളച്ച എണ്ണയിലേക്ക് ഇടാൻ വേണ്ടി പോവാണ്. കൈ തൊടുന്നില്ല, പാത്രത്തിലാണ് പരിപാടി. അതെ, ഇതെന്താ ഗ്ലൗസ് ഇട്ടിരിക്കുന്നത്? ഇവിടത്തെ പിള്ളേർക്ക് ചായയിൽ വിരലിട്ട് കൊടുക്കുന്നത് ഇഷ്ടമല്ല. എനിക്കാണെങ്കിൽ വിരലിടാതെ പറ്റത്തുമില്ല. നാട്ടില് കരിയാപ്പല ഇടുവാണ്. നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ പറിച്ച കരിയാപ്പലയാണ്. ഒരു കോട്ട് ഇടാൻ പാടില്ലേ? അറിയാവുന്നവർ ഇളക്കണം. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇത് പൊടിഞ്ഞു പോകും. കൂടുതൽ ഇളക്കല്ലേ? ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടാ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്ക? ഉപ്പ് കൂടിയാലും പ്രശ്നം കേട്ടോ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത് സാധനം ഉണ്ടാക്കുന്ന നേരത്തും ഉപ്പ് വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഉപ്പ് ഇച്ചിരി കുറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ഉപ്പിടാൻ പറ്റും. അതെ, കൂടിപ്പ് കഴിഞ്ഞാൽ പിന്നെ പോയി. ഉപ്പല്ലേ ഇത്? ഉപ്പ് തന്നെ. ഇതൊക്കെ എങ്ങനെ പാക്കറ്റിലാക്കിയതിപ്പോ? 1000 ഗ്രാമിന്റെ അച്ചാറുമാണ്. അപ്പം ഈ 3 സാധനമാണ് അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പ്രൊഡക്റ്റ് ഇറക്കിയതാണ്. അപ്പം ഇതാണ് നമ്മുടെ സാധനം. കാട്ടിലെ വിളയാടി നടന്ന മയിലെ വലയില്ലാമ പിടുത്ത് തീരും തിനയും കൊടുത്ത് നീരും നെരുപ്പും കൊടുത്ത് ഈ അച്ചാർ മേടിക്കുന്നവർക്ക് ഈ കാണുന്ന പിക്കിള് തികച്ചും സൗജന്യമാണ്. 900 ഗ്രാമിന് സൗജന്യമായിട്ട് 100 ഗ്രാം നാരങ്ങ അച്ചാർ. കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ, ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പന. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ആദ്യത്തെ പരിപാടിയാണ്. അത്ര പരിപാടിയാണല്ലോ. ഏത് വരല എപ്പോഴാ തെറിച്ചു പോകുന്നു പറയാൻ പറ്റില്ലല്ലോ. എന്താ അണ്ണാക്കിൽ വല്ലതും പോയാ? അണ്ണാക്കിലൊരു പ്രാണി മതി. വില പറഞ്ഞില്ല, വിലയാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ കാണുന്ന